പറയടി, നീ ആദ്യം നിന്ന വീട്ടിൽ നിന്ന് നിന്നെ എന്തിനടി പുറത്താക്കിയത്? എന്നെ പുറത്താക്കിയതല്ല, ഞാനും എന്റെ ഏട്ടത്തെയും കൂടി അവിടുന്ന് ഇറങ്ങിയതാ. അതിന്റെ കാരണമാ ചോദിച്ചത്. കയ്യിലിരിപ്പിതല്ലേ, പിന്നെ എങ്ങനെയാടി പുറത്താവാതിരിക്കുന്നേ? എടി, ഒരു വീട്ടില് ജോലിക്ക് നിന്നാലേ സാധാരണ ആൾക്കാര് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ടേ സ്വന്തം സ്വഭാവം പുറത്തെടുക്കും, വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട്. ഇതിവിടെ വീടുമായിട്ടൊന്ന് പരിചയമാവുന്നതിന് മുമ്പ് അവള് സാമർത്ഥ്യം കാണിക്കുന്നു. വാടി ഇങ്ങോട്ടും വരാൻ. വാ. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാൻ. എന്താ, എന്തു പറ്റി? ഇവളെ പോലെ ഒരുത്തി വീട്ടു ജോലിക്ക് കൊണ്ടുവന്നിട്ടേ അമ്മായി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇരുട്ട് വെളുക്കോളം ഇവള് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പാത്രമെങ്കിലും ഒന്ന് കഴുകി വെക്കാന്ന് കരുതി. അങ്ങനെ ഇത്തിരി സമയം കൊടുത്താലേ ഇവളുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ഇവളൊരു വൃത്തികെട്ട പെണ്ണാമായി. ഞാൻ നോക്കുമ്പോഴേ ഇവള് വീണ്ടും ഒളിഞ്ഞു നോക്കുക അരുണിനെ. ഇത് രണ്ടാമത്തെ തവണ ഇവളെ ഞാൻ പിടിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കാർത്തികേ, അങ്ങനൊന്നും ചെയ്യരുതെന്ന്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അമ്മേ. ദേ, കള്ളം പറഞ്ഞാൽ നിന്റെ കരണത്ത് കിട്ടും പറഞ്ഞേക്കാം. ഇതിനു മുമ്പ് നിന്ന് ജോലിക്കാരിക്കും ഇതുപോലെ ഇളക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവളെ ഇത്രത്തോളം വരില്ല. ഇവളെ ഈ രീതിയിൽ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന അപകടം അമ്മായി. ഞാൻ വേണമെങ്കിൽ പോയിക്കൊള്ളാം. മഞ്ജു, ഇനി ഇവൾ ആരെ ഒളിഞ്ഞു നോക്കാനൊന്നും പോവില്ല. ഈ ഒരു തവണത്തെ കൂടി ക്ഷമിച്ചേക്ക്. അങ്ങനെ ഓരോ തവണ ക്ഷമിക്കുമ്പോഴേ ഇവളുടെ മനസ്സിനകത്ത് അതൊരു ആശ്വാസമാ. അത് ഇവളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. നീ പോയി വീടിന്റെ പിന്നാമ്പറൊക്കെ വൃത്തിയാക്ക്. ശരി മോളെ, അവൾ അത്യാവശ്യം നന്നായിട്ട് വീട്ടുപണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാ. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും കൊള്ളാം. ഇനി അവളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാലേ ജോലിക്കാരി വേണമെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കരുത്. എനിക്കാണെങ്കിൽ വീട്ടുജോലി ചെയ്യാൻ പഴയ പോലുള്ള ആരോഗ്യമൊന്നുമില്ല. മോളൊന്ന് സഹായിക്കുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നിന്നെ കൊണ്ട് ഒരു ചായ ഇടാൻ പോലും പറ്റുന്നില്ല. വീടൊന്ന് തൂക്കാനോ തുടയ്ക്കാനോ മെനക്കെടാറുമില്ല. അങ്ങനെയുള്ളപ്പോ ഒരുമാതിരി തരക്കേടില്ലാത്ത പെൺകുട്ടികളെ പറഞ്ഞു വിട്ടാലേ അതിന്റെ ദോഷം നിനക്ക് തന്നെയാ. എന്റെ അമ്മ ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ല. അമ്മയായിരുന്നെങ്കിലേ ഇപ്പൊ അവളെ അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടേനെ. പറഞ്ഞു വിടാൻ എളുപ്പമാ മോളെ, ഒരാളെ കിട്ടാനാ പ്രയാസം. എന്തായാലും എന്റെ രണ്ട് കണ്ണും അവളുടെ പിന്നാലെ തന്നെയുണ്ട്. അതുപോലെ അമ്മായി അവൾ ഒളിഞ്ഞു നോക്കുന്നത്. അരുണിന്റെ കല്യാണം കഴിയാത്തതുകൊണ്ടേ അവനെ വലയിട്ട് പിടിക്കാനാ ശ്രമം. എങ്കിൽ ജോലിക്കാരിയുടെ പോസ്റ്റിൽ നിന്ന് വീട്ടമ്മയുടെ പോസ്റ്റിലേക്ക് ഉയരാമല്ലോ, അതിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി അതൊക്കെ നടക്കുവോ? അവൾ അങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അരുൺ പിന്നാലെ ചെല്ലുവോ? അല്ലെങ്കിൽ തന്റെ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാത്തവനാ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അവസാനം കെട്ടിക്കഴിയുമ്പോഴേ പഠിക്കൂ. ഇങ്ങോട്ട് വന്ന് കയറിയില്ല, അതിനു മുൻപ് അവൾ അവളുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇനി ആ ജയിലിൽ കിടക്കുന്നവൻ പുറത്തു വരുമ്പോ എപ്പോഴാ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം അടിച്ചോണ്ട് പോയത് തന്നെ. വീട്ടിലൊരു ജയിൽ പുള്ളി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടതായിരുന്നു. തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന പെണ്ണാണെന്ന് അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മായി ആലോചിച്ചോ? എടാ, നിനക്കൊരു പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം എന്നോട് തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ? അപ്പൊ പിന്നെ ഇതും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? എനിക്ക് ഇയാൾ അത്ര വിശ്വാസം പോരാ. എന്തെങ്കിലും കിട്ടിയാലേ ചൂടാറുന്നതിന് മുമ്പ് ഇയാൾ അപ്പച്ചി അറിയിക്കും. എന്നാ അപ്പച്ചി വിളിക്കും. ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട്. അമ്മായിയെ കൊണ്ട് ഇവിടെ ഒരുത്തിയ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു മോശം പെണ്ണ ഇതിനകത്ത് കയറിയിരിക്കുന്നേ. എന്റെ അരുണേ, ഇത് രണ്ടാം തവണയാ അവള് നിന്നെ ഒളിഞ്ഞു നോക്കുന്നേ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഒളിഞ്ഞു നോക്കിയാൽ എങ്ങനെ കാണുന്നേ? അവക്കല്ലേ കാണാൻ പറ്റൂ. എന്റെ അടുത്ത് ഒരു ജോലിക്കാരി ഒളിഞ്ഞു നോക്കിയോണ്ട് എന്റെ മനസ്സൊന്നും ചാഞ്ചാടാൻ പോകുന്നില്ല. ആ പെണ്ണൊരു പാവം പെണ്ണായിട്ടാ എനിക്ക് തോന്നിയത്.
ഈ പാവം എന്നുള്ള പറച്ചില്ലേ 1-2 തവണ ആയല്ലോ. പാവമല്ല, പാപമാ, പാപം. പാപം ചെയ്ത പെണ്ണ്, അങ്ങനെ വേണം അവളെ പറയാൻ. അതെ, പാപം ചെയ്താലും ഇല്ലെങ്കിലും പാചകം കൊള്ളാം. അതിന് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. പാചകം മാത്രമല്ല, അവളെല്ലാത്തിനും പിടിക്കുക. പിന്നെ പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം ഇല്ല. അല്ലെങ്കിൽ ജനലിലൂടെ നിന്നെ നോക്കിയപ്പോഴേ ഞാൻ അവളെ വാൺ ചെയ്തതാ, എന്നിട്ടും ഒരു കൂസലും ഇല്ല. വീട്ടിലൊരു അംഗമല്ലേ ഇവനും, വഴി വെച്ച് കണ്ടാ തിരിച്ചറിയണ്ടേ, അതുകൊണ്ടായിരിക്കും നോക്കുന്നത്. ആ, അത് പോയിന്റ്. അനിയനും ചേട്ടനും കൂടിയേ പോയിന്റും പറഞ്ഞു നിന്നോ. അവസാനം അവൾ ഈ വീടിനകത്ത് കുടുംബകലഹം ഉണ്ടാക്കും. എടുത്തി വെറുതെ അപ്പച്ചയെ വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവളെപ്പോഴേ അപ്പച്ചയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച് കാണും. പിന്നെ മണ്ഡലകാലം ആയതുകൊണ്ട് അപ്പച്ചി ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ പറയേണ്ട രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഇതിവിടെ വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതുപോലത്തെ സ്വഭാവം ഉണ്ട്. അതൊരു തരം രോഗം തന്നെയാ. അങ്ങനെയുള്ളവരോട് എത്ര പറഞ്ഞാലും ഈ രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ. ഏതായാലും ആരും ഇനി പിൻവശത്തോട്ട് വരണ്ട. അത് അവൾ ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അടുക്കളയിലോട്ടൊന്നും വരുന്നില്ല. എനിക്ക് പറമ്പൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണണം. നാളെ പോവാ. ഇതുവരെ അധികം പുറത്തോട്ടും ഇറങ്ങിയിട്ടില്ല. അവൻ പോയിക്കോട്ടെ, പക്ഷെ അനന്തുവേട്ടൻ പോണ്ട. എന്തൊരു പെണ്ണ അനന്തുവേട്ട അവള്. അവളെ ഇനി പാവോന്നിങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഭയങ്കരയാവാൻ പോകുന്നത് ഞാനാ. നിന്റെ ഈ വൃത്തികെട്ട സംശയം കാരണം ഞാനാകെ തളയ്ക്കപ്പെട്ടൊരവസ്ഥയിലാ. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോ ഫ്രണ്ട്സിന്റെ ഭാര്യമാരെ കണ്ടൊന്ന് സംസാരിച്ചാ തീർന്നു. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പും കട്ട് ചെയ്ത് കളയും. ആ, അങ്ങനെ തന്നെയാ. നിങ്ങളെ എനിക്ക് മാത്രമായിട്ട് വേണം. എടി, ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിച്ചാ പിന്നെ ഇവിടെ ആർക്കും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടാവില്ല. ഒന്ന് ചിരിച്ച് സംസാരിച്ചു എന്ന് വെച്ചാ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ ഉപദേശിച്ചു തന്ന രീതിയിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അതാണ് എന്റെ ശരി, കേട്ടല്ലോ. കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ അമ്മയെ വിളിച്ചു പറയാം. അമ്മായിക്ക് ആ ചോറിലെടുക്കാൻ ബുദ്ധിമുട്ട്. എന്റെ അമ്മയ്ക്ക് അതിന് ഒരു മടിയുമില്ല. ഇനിയൊന്നും പറയാനില്ലല്ലോ. എന്നാ വാ. ആ, നടക്ക് നടക്ക് നടക്ക്.
നിന്നെ ആരോ വിളിക്കുന്നു. ആണോ? എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്നറിയോ? ഹലോ, അതെ, ആരാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തുണ്ടാവാനാ ദീപേട്ട? ദീപേട്ടൻ ഇവിടെ കിടക്കുമ്പോ എനിക്കൊരു സുഖമില്ല, സന്തോഷമില്ല. ഒരു കുഞ്ഞിനെ പോലും തരാൻ പറ്റാത്ത ഭർത്താവിനൊപ്പമുള്ള ജീവിതം എനിക്ക് വിരസതയാ. കണ്ണേട്ടം മതിലകത്ത് വന്നപ്പോ അവിടെ പവിത്രയിടത്തെയും കാർത്തും ഒന്നും ഇല്ലായിരുന്നു അല്ലേ? വീടിന്റെ ജനലിൽ ലൈറ്റ് അടിച്ചതും വീടിനകത്ത് കയറിയതും ഞാൻ. പക്ഷെ പ്രതിയാക്കപ്പെട്ടത് പപ്പേട്ടനും പവിത്രയിടത്തെയും. അന്ന് അങ്ങനെ ഒരു കള്ളക്കഥ പറയേണ്ടി വന്നു രക്ഷപ്പെടാൻ. എന്നാൽ അത് പവിത്രയിടത്തെയും കാർത്തൂനെ ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ പാളിപ്പോയി. ഉണ്ണിയേട്ടനും അപ്പച്ചിയാ അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അതില് നിനക്കൊരു പങ്കുമില്ലേ? ഇല്ല, അവസാന നിമിഷം വരെ ഞാൻ അവരോട് പോവണ്ടെന്നാ പറഞ്ഞത്. നീ ഇനി ഉണ്ണിയെ സ്നേഹിക്കണം, ആത്മാർത്ഥമായി തന്നെ. എനിക്കതിന് കഴിയില്ല. എന്റെ മനസ്സിൽ മുഴുവൻ ദീപേട്ടണം. ആയിക്കോട്ടെ, എങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. നീ എന്നും അവന്റെ ഭാര്യയായിരിക്കണം, അവനോടൊപ്പം ജീവിച്ചുകൊണ്ട്. അത് നമ്മുടെ സ്നേഹത്തിന് ഒരു തടസ്സമാവില്ല. ദീപേട്ടൻ ജയിലിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുവാൻ ഞാൻ. ഒന്നിച്ച് ജീവിക്കാം. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തിറങ്ങിയ ശേഷവും നമ്മൾ കാണാൻ തോന്നുമ്പോഴൊക്കെ. നിന്റെ കഴുത്തില് ഞാൻ കിട്ടിയൊരു താലിയുണ്ട്, അത് ഭദ്രമായി സൂക്ഷിക്കേ. പിന്നെ ഒരു കുഞ്ഞില്ല എന്ന സങ്കടം, അതിനും പരിഹാരം ഉണ്ടാവും. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരും. വരണം, അതെനിക്കൊരു ആശ്വാസമാണ്. കണ്ണേട്ടൻ ഈ ജയിലിലുള്ളപ്പോ ഒരു കൂട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോയ പിന്നെ അതും ഇല്ലാതായി. അല്ല, ആ അരുൺ സാറിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ദീപേട്ടന് പുറത്തിറങ്ങിക്കൂടെ? കരുണം വിചാരിച്ചാലും എന്നെ ഇറക്കിക്കൂടെ? എന്നെ അകത്താക്കിയതിന് പിന്നിൽ അയാളുടെ കളി ഉണ്ടോടി? അത് ആ CI ബാഹുലയൻ സാർ തന്നെ ചെയ്തത്. ആ, അങ്ങനെ വിശ്വസിക്കാൻ ഞാനും. ആ, എന്നാ പിന്നെ പൊയ്ക്കോ. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് നോക്കാം. കുറച്ച് സമയം കൂടി സംസാരിച്ചു നിന്നൂടെ? ഇങ്ങനെ അഴിക്കപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് വരണം, പരസ്പരം കാണണം, അത്രയും മതി. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഉണ്ണിയെ സ്നേഹിക്കണം, അവൻ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ. ദീപേട്ടൻ എന്ത് പറയുന്നു അതുപോലൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ പെട്ടെന്ന് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അയാളെ. സ്നേഹം ആത്മാർത്ഥമായിട്ടൊന്നും അല്ലല്ലോ, അതൊരു അഭിനയല്ലേ? അതിനാണോ നിനക്ക് പാട്? ശ്രമിക്കാൻ ഞാൻ. ദീപേട്ടൻ പുറത്തു വരുമ്പോ ഉണ്ണിയേട്ടൻ ദീപേട്ടനെ സംശയിക്കാത്ത രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നോക്കണം. അതാ നല്ലത്, അത് തന്നെയാ വേണ്ടത്. നീ ചെല്ല്.
എന്റെ പവിത്രയും മോളെയും കാർത്തൂനെയും ഒന്നും അവിടുന്ന് അടിച്ചിറക്കി കളയാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്യൂ. അവരെ പുറത്താക്കുന്നവൻ പിന്നെ മനുഷ്യനല്ലല്ലോ. അതെ, അങ്ങനെ മനുഷ്യനല്ലാതായി മാറിയ അവന് കിട്ടേണ്ട തിരിച്ചടി കിട്ടണം അല്ലേ? അനിയനായി പോയതുകൊണ്ട് എന്തോ അങ്ങനെ ആഗ്രഹിക്കാനും പറ്റത്തില്ല. ആ നാട്ടില് ഞങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബങ്ങൾ കാണില്ല. വെള്ളപ്പൊക്കം വന്നപ്പോ ഒന്ന് ഒലഞ്ഞു എന്നുള്ള ഒഴിച്ച വിളവെടുപ്പും കൊയ്ത്തും മെതിക്കലും ഒക്കെ ആയിട്ട് ഒരു ഉത്സവം തന്നെയായിരുന്നു അവിടെ. തേവരുടെ പറ എഴുന്നള്ളിപ്പ് വരുമ്പോ നെല്ലും മലരും ഒക്കെ നിറച്ചിരുന്നത് കാർത്തുവാ. അനാഥ പെണ്ണെന്ന അമ്മ ആക്ഷേപിക്കുമെങ്കിലും അവള് ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം തന്നെയായിരുന്നു. മോള് പൂജാമുറി കയറി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവിടെ തന്നെ ഇരിക്കും. ദൈവങ്ങളോട് ചിലപ്പോ വർത്താനം പറയുന്നതും കേൾക്കാം. അവന്റെ അഹങ്കാരം, ആ നന്ദികേടിന് എന്റെ കുഞ്ഞിനെ അവൻ വളർത്തണം. രാത്രി വിളിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടുത്തെ പോലെ വിളിക്കണ്ട. പപ്പേട്ടൻ പറഞ്ഞു പവിത്രയുടെ ചേച്ചി ആള് കുറച്ച് പെശകാണെന്ന്. അതുകൊണ്ടാ വിളിക്കണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. താൻ വിവാഹത്തിന് സമ്മതിച്ചു, അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ അവിടെ എത്തും. അയ്യോ വേണ്ട. അതെന്താ അങ്ങനെ? അല്ല, എപ്പോഴായാലും വന്നല്ലേ പറ്റുള്ളൂ. ഉടനെ വരണ്ട. അല്ലെങ്കിലും ഉടനെ വരാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനും. വരുമ്പോ വീട്ടുകാരെല്ലാവരെയും കൊണ്ടുവരണം. ഞാൻ പറഞ്ഞല്ലോ, പവിത്രയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പലരും വിവാഹത്തിന് പെൺകുട്ടികളുടെ സ്വഭാവം അല്ല നോക്കുന്നത്, തറവാടും പരിസരവും അതിനകത്തുള്ള അംഗങ്ങളൊക്കെ. ഇനി അവിടേക്ക് വരുമ്പോ പവിത്രയുടെ ചേച്ചി അനാവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അമ്മയെക്കാളും പേടിക്കണം എന്റെ ഏട്ടത്തിയമ്മയെ. ഏട്ടത്തിയമ്മ എന്ന് പറയുമ്പോ എന്റെ അപ്പച്ചിയുടെ മോളാ. അറിയാം. എങ്ങനെ അറിയാം? അത് സാറ് പറഞ്ഞിട്ടുണ്ട്. ഓ, ഈ അപ്പച്ചി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര അപ്പച്ചിയാ. എന്തും മുഖത്തടിച്ച പോലെ പറയും. ചിലപ്പോ മുഖത്ത് അടിക്കുകയും ചെയ്യും. അതിന്റെ ചെറിയൊരു പകർപ്പാ എടുത്തി. എന്നാ പിന്നെ ഉടനെ വരണ്ട. കാർത്തു അനുകൂലമായി സംസാരിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. വീട്ടിൽ നിന്ന് ഒരുപാട് പെണ്ണ് കാണേണ്ടി വരും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും എന്റെ പെണ്ണിനെ ഇങ്ങനെ എത്തിക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ അതെങ്ങനെ പറ്റുമെന്നുള്ളത്. ഇനി തീരുമാനങ്ങളൊന്നും മാറ്റിക്കളയരുത് കേട്ടോ. അതെന്നോടല്ല, കണ്ണേട്ടനോട് ചെയ്യുന്ന ചതിയാവും. എല്ലാം ശരിയാവും. കഴിഞ്ഞു പോയതൊക്കെ നാളെയുടെ നന്മയ്ക്കാ. നമ്മൾ ഒന്നിക്കാനാ. അങ്ങനെ കരുതാം, ആശ്വസിക്കാം. എന്റെ ഊണിലും ഉറക്കത്തിലൊക്കെ താൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരു ശക്തിക്കും നമ്മളെ അകറ്റാൻ കഴിയില്ല. എന്താ താനൊന്നും പറയാത്ത? അങ്ങനെയല്ലേ? അറിയില്ല. എന്നാ താൻ അറിയണം, അതാണ് സത്യം.
എന്നാ പിന്നെ പവിത്ര അടുത്തിടെ ചേച്ചി ഉണർന്നു വരുന്നതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്യുക. ഗുഡ് നൈറ്റ്. ശരി. എന്റെ കൃഷ്ണ, ഒരു വീട്ടില് 2 മുറിയില്ല. ഈ വീട്ടിലേക്ക് ഒരു മരുമകളായി ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല. എന്നെ എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? ചേച്ചി, കനകേച്ചി, ഇത് ആർക്ക് വേണ്ടിയാ ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്താ? ഭക്ഷണം മോശമാക്കിയാലേ അടുക്കള കയറണ്ടെന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു തോന്നലും ഇല്ല. അറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, എന്നും ഒരേ ഭക്ഷണം. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിക്കൂടെ അപ്പച്ചിക്ക്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ അടുക്കള കയറി ഉണ്ടാക്കി. അതിനായും അല്ലെങ്കിൽ എഴുതി രാവിലെ ചേച്ചിക്ക് ലിസ്റ്റ് കൊടുക്കണം. അതനുസരിച്ച് ചേച്ചി ഉണ്ടാക്കി തരുമല്ലോ. ആ, എന്നാ നാളെ മുതൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ പറയുന്നതൊക്കെ ഉണ്ടാക്കിയാ മതി. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ ചേച്ചി. എനിക്ക് ഒരുപാട് സമയമൊന്നും അടുക്കള നിൽക്കാൻ വയ്യ. കൈയും കാലും ഒക്കെ കഴയ്ക്കുവാ. വയസ്സ് എത്രയായെന്ന് ഓർമ്മ വേണം കരുണ. ഈ സുധയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ജോലി ചെയ്യാതെയൊന്നും അല്ലല്ലോ ഇവളിതുവരെ എത്തിയത്. 10-15 വർഷം മുമ്പ് ഇവളിവിടെ ചേട്ടത്തിയൊക്കെ എല്ലു മുറിയെ പണിയെടുത്ത കൂട്ടത്തിലാ. അന്ന് എല്ല് മുറിഞ്ഞു പോയത് കൊണ്ടേ ഇപ്പൊ വയ്യ. നടുവിനൊക്കെ വലിയ വേദനയാ. കുനിയാനും നിവരാനും പറ്റുന്നില്ല. ചേച്ചിയുടെ കാര്യം അതാണോ? കാർത്തു എന്ന് പറയുന്നവൾ ഏത് നേരവും അടുക്കള തന്നെ ആയിരുന്നു. പവിത്ര വന്നതിന് ശേഷം ചേച്ചി അടുക്കള കണ്ടിട്ടേയില്ല. 60 കഴിഞ്ഞാലേ അടുക്കള കാണണമെന്നാ പറയാറ്. അങ്ങനെ ആരാടാ പറഞ്ഞേ? ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിവാസം കുറയാനാ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഹോ, ഒരു ആശുപത്രി ഉണ്ട്. മോൻ ഡോക്ടറാണെന്ന് കരുതി അഹങ്കാരം പാടില്ല ചേച്ചി. എന്താ ഉണ്ണിക്കുട്ട? എങ്കിലും മാമിക്കും വിജിതയ്ക്കും അമ്മയൊന്നും സഹായിക്കാം. മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ കഴിച്ചു കഴിഞ്ഞു? എനിക്ക് മതിയായി. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി കൂടിപ്പോയത് കൊണ്ടാണോ നിർത്തിയത്? അല്ല, വയറ് നിറഞ്ഞോണ്ടാ. ജനലില് ലൈറ്റ് അടിച്ചത് എന്റെ മോളെ കാണാൻ വന്നവനാണെന്ന് എപ്പ പറഞ്ഞോ ആ നേരം മുതൽ ചേച്ചി ഞങ്ങൾക്ക് അന്യായി. എനിക്കും. അതുകൊണ്ടേ ഇനി വെറുതെ സംസാരിച്ച് സമയമൊന്നും കളയണ്ട. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ വെച്ച് വിളമ്പി തരണം. അത് തോന്നിയ ഭക്ഷണമൊന്നുമല്ല, നല്ല ഭക്ഷണം. മോനെ ഉപദേശിക്കാൻ പോയതാ. ഉപദേശിക്കുന്നതിനിടയ്ക്ക് നീയും ചെല്ലണം. മോനെ അമ്മ തണുപ്പിക്കുമ്പോ നീ നിന്റെ കടമ അങ്ങ് ചെയ്യണം. നമ്മുടെ കൃപയിൽ ജീവിക്കുന്നവരെ നമ്മൾ പറയുന്ന ചെയ്താ മതി. സ്വന്തം ചേച്ചിയായിട്ട് പോലും എനിക്ക് അവരോട് യാതൊരു സഹതാപവും ഇല്ല. അതിന് കാരണം സുധ പറയുന്നത് തന്നെ. പപ്പ പാപ്പരായിരുന്ന സമയത്തെ ഇവിടെ വരുമ്പോ ഒരു നേരത്തെ ആഹാരം പോലും സ്നേഹത്തോടെ ഇവര് തന്നിട്ടില്ല. അത് മാത്രോ, എന്തെങ്കിലും കഴിക്കണമെങ്കിലേ വിരുന്നുകാരിയായി വന്ന ഞാൻ തന്നെ അടുക്കള കയറണം. എന്റെ അമ്മോ, കുറെ കടന്ന് ആടിയ സ്ത്രീയാ. സമയാസമയത്ത് തന്നെ എല്ലാം മുന്നിലെത്തണം. ഇനിയിപ്പോ അത് തിരിച്ചാവട്ടെ. ആ എടീ, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും കണ്ണൻ ജയിലിൽ നിന്ന് എപ്പ ഇറങ്ങുമെന്ന് നോക്കണം. നേരത്തെ റിമാൻഡ് വെറുതെ ആയിട്ട് സബ് ജയിലിൽ കിടന്നപ്പോ എന്റെ ആൾക്കാർ അവനെ ശരിപ്പെടുത്തിക്കൊണ്ടിരുന്ന. ഇപ്പൊ ജയില് മാറിയപ്പോ എനിക്ക് പരിചയമുള്ള ആരും അവിടെ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അവൻ പുറത്തിറങ്ങുന്നത് എന്റെ നെഞ്ചത്ത് കടാര കയറ്റാനായിരിക്കും. അവൻ മാത്രമല്ലല്ലോ, വേറൊരുത്തരും ഇറങ്ങാനില്ലേ? ദീപൻ. ദീപേട്ടൻ എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നാ പ്രാർത്ഥന. ദീപേട്ടന് കള്ളക്കേസി കുടുക്കിയത് SI ബാഹുലേനാണെന്ന ധാരണ. അതുകൊണ്ട്
എനിക്കെതിരെ തിരിയില്ല. എങ്കിലും കണ്ണനും ദീപനും തമ്മിൽ ജയിലിൽ വെച്ച് വലിയ കൂട്ടായിരുന്നു. അവിടുത്തെ വാർഡന്മാര് കഥകളൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ പവിത്രയും കാർത്തൂനെയും ഇറക്കി വിട്ടതിന്റെ കലയും ദീപനും ഉണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ല മോളെ. ദീപേട്ടൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, എന്നാലും ആള് പുറത്തു വരണം. ആണും പെണ്ണും കേട്ട എന്റെ ഭർത്താവിനേക്കാൾ എനിക്കിഷ്ടം ദീപേട്ടനെ. എങ്ങോട്ടാ കരണേട്ടാ ഈ പെണ്ണിന്റെ പോക്ക്? നിന്നെ പോലെയൊക്കെ തന്നെ നിന്റെ മോളും ചിന്തിച്ചു തുടങ്ങിയടി. കെട്ടിയോനൊപ്പം ജീവിക്കുമ്പോഴും മറ്റാണുങ്ങളാ മനസ്സിൽ. സാമ്പാറാ ഇത്. ഇനി ഇത് ആവർത്തിച്ചാൽ വികൃതിയെ മുഖത്തോട്ടൊഴിക്കും. വേണ്ടടി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. എന്താടാ മോനെ ഇത്? നീ ഇതൊന്നും കാണുന്നില്ലേ? കണ്ടിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. മാമന്റെ സഹായം കൊണ്ടാ നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്ന് വെച്ച് ഇങ്ങനെയുണ്ടോ? അമ്മയുടെ ആങ്ങളെയല്ലേ, എന്നും ആങ്ങളെ കുറിച്ച് നല്ലതല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞാ കേൾക്കാത്തത് ഞാൻ പറഞ്ഞാ കേൾക്കോ? നീ എങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരിയെ വെക്കും മോനെ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ജോലിക്കാരിയെ വെക്കാൻ പറ്റില്ലാന്ന് എത്ര തവണ ഞാൻ അപ്പച്ചോട് പറഞ്ഞതാ. ഞാൻ എന്റെ മോനോടാ സംസാരിച്ച. ആ മോനെ ഇന്ന് എന്റെ ഭർത്താവാ. കല്യാണം കഴിഞ്ഞാൽ അമ്മയെക്കാളും സ്ഥാനം ഭാര്യയ്ക്കാ. ഓ, എന്നെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ ജോലിക്കാരിയെ വെക്കാൻ പറയും. അങ്ങനെ വെച്ച ഒരു ദിവസം തികച്ചവളെവിടെ നിക്കത്തില്ല. എന്നെ കൊണ്ട് തന്നെ ജോലി ചെയ്യിക്കണമെന്ന് നിനക്കെന്താ ഇത്ര വാശി? അങ്ങനെ വാശിയൊന്നുമില്ല. മാസ ശമ്പളത്തിന് ഒരു ജോലിക്കാരിയെ വെക്കാൻ പറ്റില്ല. അങ്ങനെ പൈസ കളയാനില്ല. എന്താ നീയൊന്നും പറയാത്തത്? നിന്നെപ്പോലുള്ള മക്കളുടെ അമ്മയായി ജീവിക്കുന്നതിലും നല്ലത് പോയി തൂങ്ങിച്ചാകുന്നതാ. ആ, എന്നാ പിന്നെ അതായിക്കൂടെ? നീ അമ്മയോട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറണം. ആഹാ, മാന്യതയുടെ അളവൊന്ന് കുറിച്ചു തരാവോ? അല്ല, അതിനനുസരിച്ച് പെരുമാറാനാ. പിന്നെ ഒരു പടിക്ക് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. പവിത്രടുത്തേയും കാത്തു ഇവിടെ ഉള്ളപ്പോ അമ്മ നിനക്കൊപ്പം നിന്നിട്ടുള്ളൂ.